ഞാനൊക്കെ ചെറുപ്പത്തിൽ വിചാരിച്ചത് മൊയ്തീൻ ഷേഖൊക്കെ ഞങ്ങളെ നാട്ടുകാരനാണെന്നാണ് ഞാൻ വിചാരിച്ചു. നിങ്ങളങ്ങനെ വിചാരിച്ചല്ലേ? ഞാൻ നേര് പറയാണ്. എന്തുകൊണ്ട്? നമ്മൾ കുട്ടിയാകുന്ന സമയത്ത് വല്യമ്മ പറയും എന്തെങ്കിലും ഉണ്ടായ മൊയ്തീൻ ഷേഖ് തങ്ങളെയാണ്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ച മൂപ്പരോട് അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടേക്ക് അരമ്മ വിളിച്ചത്. പത്തിലല്ലേ വിവരമുള്ളൂ അല്ലേ? അള്ളാഹു റബ്ബി. പിന്നെ ഉമ്മയും വിളിച്ചിട്ട് തുടങ്ങിയത് മൊയ്തീൻ ഷേഖ് തങ്ങളെ. അപ്പൊ എനിക്ക് ഉറപ്പായി ഏതായാലും മൂപ്പരോട് അടുത്ത് തന്നെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയമാണ് സുബഹിയോട് അടുത്ത സമയം. ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ. അതൊരു വല്ലാത്ത ടൈമാണ്. സുബഹിയോട് അടുത്ത ടൈമിലാണ് ആരെ ജനനം? നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്യും? തഹജ്ജുദിന്റെ ബാങ്ക് കൃത്യസമയത്ത് വിളിക്കും. അപ്പൊ സാധാരണ സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല ഇബ്നു മക്തൂം തങ്ങളെ, നിങ്ങൾ രണ്ട് കണ്ണിനും കാഴ്ചയില്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ബാങ്ക് ഇത്ര കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്? ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സുബഹിയോട് അടുത്ത സമയം. എല്ലാ ദിവസവും ഒരു റഹ്മത്തിന്റെ കാറ്റ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നുണ്ട് എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടില്ലേ? അതെ. അല്ലാമ മുഹമ്മദ് മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ സ്വർഗത്തിൽ നിന്ന് എല്ലാ ദിവസവും ഒരു റഹ്മത്തിന്റെ കാറ്റ് ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ആ കാറ്റ് എപ്പോഴാണ് വരുന്നത്? നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സുബഹിയോട് അടുത്ത സമയം. ആ കാറ്റ്, റഹ്മത്തിന്റെ കാറ്റ് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടാൽ ആ മന്ദമാരുതൻ അതിങ്ങനെ വരും ഭൂമിയിലേക്ക്. അതിങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോൾ അല്ലാഹു റബ്ബി അർശിൽ നിന്ന് ഒരു വാങ്ക് വിളിക്കും. അപ്പൊ അർശിൽ നിന്നൊരു വാങ്ക് വിളിക്കും. ആ വാങ്ക് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു, അബിയത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു. ഒരു മൂന്ന് പേരും മുഹമ്മദുൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗത്ഭരായ ശിഷ്യന്മാരാണ്. യാഖൂത്തുൽ അർശ് തങ്ങള് ആ വാങ്ക് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ്. അതുകൊണ്ട് അങ്ങനെ പേര് കിട്ടിയത്. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പോ ഇരിക്കട്ടെ, ആ അർശിന്റെ അവിടുന്ന് വാങ്ക് കേൾക്കുന്നതോടെ ആ റഹ്മത്തിന്റെ കാറ്റ് മന്ദമാരുതൻ അതിങ്ങനെ, കൊടുങ്കാറ്റും മന്ദമാരുതനും തമ്മിലൊരു മാറ്റമുണ്ട്. കൊടുങ്കാറ്റ് ഒരു നാശകാരിയാണ്. ഒന്നായിട്ട് കാറ്റടിച്ചു പോയാൽ തെങ്ങിന്റെ തല പോയിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലെ? പെരമത്തെ ഓട് പോയിട്ടുണ്ടാവും. അത് കൊടുങ്കാറ്റാണ്, അല്ലെ? അതല്ല. ഒരു മന്ദമാരുതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യത്തിനനുസരിച്ച് ആവശ്യമുള്ളിടത്ത് അതിന്റെ തോതനുസരിച്ച് കൊടുക്കുന്ന കാറ്റ്. ഒരു തോതനുസരിച്ച് കൊടുക്കുന്ന ഒരു ചെറിയ കാറ്റ് ഇങ്ങനെ വരുമ്പോൾ കുട്ടിക്കനുസരിച്ച് കുട്ടിക്ക് കിട്ടും, യുവാക്കൾക്കനുസരിച്ച് യുവാക്കൾക്ക് കിട്ടും, നെല്ലിനനുസരിച്ച് നെല്ലിന് കിട്ടും, തെങ്ങിനനുസരിച്ച് തെങ്ങിന് കിട്ടും, കവുങ്ങിനനുസരിച്ച് കവുങ്ങിന് കിട്ടും. അതിൽ നിന്നാണ് ഏതുണ്ടാകുന്നത്? ആ മന്ദമാരുതൻ ഇങ്ങനെ അടിക്കുന്നത് കൊണ്ടാണ് ഏതുണ്ടാകുന്നത്? നമ്മളെ കശുമാവുമ്മൽ അണ്ടി ഉണ്ടാകുന്നത്, മാവുമ്മൽ മാങ്ങ ഉണ്ടാകുന്നത്, പിലാവുമ്മൽ ചക്ക ഉണ്ടാകുന്നത്. അതൊക്കെ ഓരോന്നിനും അതിന് തോതനുസരിച്ച് കൊടുക്കും. ആ തോതനുസരിച്ചുള്ള ഒരു റഹ്മത്തിന്റെ കാറ്റ് അത് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അത് വരുമ്പോൾ ഭൂമിയിൽ അത് വേഗത്തിൽ കിട്ടുന്ന ജീവിയാണ് ആര്? കോഴി. ആ സമയത്ത് കോഴി എഴുന്നേറ്റിട്ട് കൊക്കോന്ന് കൂകാറുണ്ട്. ഇവിടെയൊക്കെ കോഴിക്കളുണ്ടപ്പം ഉണ്ടോ? ഉണ്ടോ? നിങ്ങളൊരു മലക്കുകളെ എഴുതാത്ത മറുപടിയാണ്. ഒന്നിരിക്കലുണ്ട് അറിയാം, അല്ലെങ്കിൽ ഇല്ല അറിയാം. നമ്മളിപ്പോ കോയിനെ കൊണ്ടുപോകാൻ വന്നതല്ലല്ലോ ഇവിടെ. ഉണ്ട് പറഞ്ഞിട്ട് ഇനിയിപ്പോ മോലിയാർക്ക് ഒരു കോയിനെ കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചാണ്ട് അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. കോഴി കൂകലോ സുബൈന്റെ ബാങ്ക് കൊടുക്കലോ ഏതാ ആദ്യം? ഇന്നാളൊരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു, രണ്ടും ഇങ്ങനെ കേക്ക, ഏതാ ആദ്യം നോക്കിയിട്ടില്ല. രണ്ടിനും നിശ്ചയില്ല, പിന്നെ ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അല്ലാഹു റബ്ബി. ഇങ്ങനെയാണ് നമ്മളൊരു രീതി. പിന്നെ നമുക്കിപ്പോ അത്ര ഇസ്ലാമിക റോൾ മോഡൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് അതാണ്. അപ്പോ ഓർമ്മപ്പെടുത്തുന്നത് കോഴി ഇങ്ങനെ കൂവാണ്. പണ്ടൊക്കെ ആരുണ്ട്? യാ റബ്ബ്, പണ്ട് മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ കോഴിയാണ് കാര്യമായിട്ട് നമ്മളെ നാട്ടിൽ കൂടെ കണ്ടായത്. ഞാനൊക്കെ ചെറുപ്പത്തിൽ വിചാരിച്ചത് മൊഹീദ്ദീൻ ഷേഖൊക്കെ ഞങ്ങളെ നാട്ടുകാരനാണെന്നാണ് ഞാൻ വിചാരിച്ചു. നിങ്ങളങ്ങനെ വിചാരിച്ചല്ലേ? ഞാൻ നേര് പറയാണ്. എന്തുകൊണ്ട്? നമ്മൾ കുട്ടിയാകുന്ന സമയത്ത് വല്യമ്മ പറയും എന്തെങ്കിലും ഉണ്ടായ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെയാണ്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ച മൂപ്പരോട് അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടേക്ക് അരമ്മ വിളിച്ചത്. പത്തിലല്ലേ വിവരമുള്ളൂ, അല്ലേ? അല്ലാഹു റബ്ബി. പിന്നെ ഉമ്മയും വിളിച്ചിട്ട് തുടങ്ങിയത് മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ. അപ്പൊ എനിക്ക് ഉറപ്പായി ഏതായാലും മൂപ്പരോട് അടുത്ത് തന്നെയാണ്. അതിന്റെ ഇടയിൽ പഴയ കാലത്ത് എല്ലാ വീട്ടിലും കോഴി ഉണ്ടാവും. ഒറ്റ വീട്ടിനും മതിലില്ലല്ലോ, അല്ലേ? അന്ന് മതിലില്ല, ഒക്കെ ഇങ്ങനെ പറമ്പൊക്കെ ഇങ്ങനെ അരുണാചാറ്റില്ലാതെ കിടക്കലാണ് ഒന്നായിട്ട്. അപ്പൊ അങ്ങനെയാണ് പോരുമല്ലോ. അപ്പൊ ആ കോഴിക്കളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെട്ട് ഇങ്ങനെ ഒരു 8-10 വീട്ടിൽ കൂടെ ഒക്കെ കോഴി ഇങ്ങനെ നടക്കും. അപ്പൊ കോഴികൾ പൊതുവെ ഇങ്ങനെ നടക്കുമ്പം അതിന്റെ കൂട്ടത്തിൽ ഒരു കോഴി നല്ല പൂവും നല്ല വാലും നല്ല ഉഷാറൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു പൂവൻ കോഴി
കണ്ടങ്ങൾ എന്താണ് ആ കോയിന്റെ ഒരു ഉഷാറിങ്ങനെ, ആ കോയി ഇങ്ങനെ മറ്റേ കോയിക്കളടിയിൽ ഇങ്ങനെ നടക്കണത് കണ്ടാൽ ഒന്നാം ദർസിൽ മുദരിസ് നടക്കണമാതിരി അത്തരൊരു ഗമീല നടക്കണം, നല്ലൊരു ഒരു ഗെറ്റപ്പിൽ. അപ്പൊ ഈ കോയി ഏതാന്ന് വെച്ച് നോക്കുമ്പോൾ പറഞ്ഞു അത് പിന്നെ മൊയ്തീൻ ഷെയ്ഖിന്റെ കോയിയാണ്. അപ്പൊ ഉറപ്പായല്ലോ അത് മൊയ്തീൻ ഷെയ്ഖ് ഇവിടെ അയലൊക്കെ തന്നെയാണ്, അല്ലാതെ ഇപ്പൊ ബഗ്ദാദിൽ നിന്ന് കോയി ഇവിടെ വരും. അന്ന് മൊയ്തീൻ ഷെയ്ഖ് തങ്ങളെ കോഴി അടക്കം നമ്മളെ നാട്ടിൽ കോഴി ഇങ്ങനെ കൂകണത് എപ്പോഴാണ്? റഹ്മത്തിന്റെ ഒരു വസന്തം, റഹ്മത്തിന്റെ ഒരു മന്ദമാരുതൻ എവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്? സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുന്നു. അത് ഭൂമിയിലേക്ക് ഇങ്ങനെ വരുമ്പോ അത് എല്ലാ ദിവസവും ആ തഹജ്ജുദിന്റെയും സുബഹിന്റെയും ആ സമയത്ത് എഴുന്നേൽക്കുന്ന ജീവികൾക്കെല്ലാം ആ മന്ദമാരുതൻ ആസ്വദിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് കോഴിയുടെ വർഗത്തിന്റെ റഹ്മത്ത്. കോയിനെ അറക്കണം അത്രേ, വേറെ ഏതെങ്കിലും ജീവികളെ അറക്കലുണ്ടോ ദുനിയാവിൽ? ഉണ്ടോ? നിങ്ങളെ അഭിപ്രായം എന്താ? ഉണ്ടോ? ഇവിടെ നിന്നാ കോഴിക്ക് വല്ല ക്ഷാമമുണ്ടോ? ഏതെല്ലാം കോഴിയാണ്, മുട്ടക്കോയി, മറ്റേ ഇറച്ചിക്കോയി, ഏതെല്ലാം കോഴിയാണ് അല്ലേ? കോയിന്റെ വർഗത്തിന് ഒന്നിച്ചു ഒരു നാശമുണ്ടോ? ഇല്ല. ലോകത്ത് എല്ലാ നാട്ടുകാരും ഭക്ഷിക്കുന്ന ഭക്ഷണമാണ് കോഴി മാംസം. ഏത് രാഷ്ട്രത്തിൽ നിങ്ങൾ സന്ദർശിച്ചോളൂ. ഞാൻ എൻ്റെ ചെറിയ ജീവിതത്തിൽ 26 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, അറബ് രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഒക്കെ ആയിട്ട്. എല്ലാ രാഷ്ട്രത്തിൽ പോയാലും ഏത് കിട്ടും? ചിക്കൻ കിട്ടും. നമ്മളെ നാട്ടിൽ കുഴപ്പത്തിനപ്പം എങ്ങനെ നടന്നു നോക്കാൻ? എന്നാൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് വണ്ടിക്കാർ വന്ന് നിർത്തിയിട്ട് ചോദിച്ചു, കേരളീയ ഭക്ഷണം കിട്ടാൻ കേരളത്തിൽ എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. ഒരു ഹോട്ടലിലും ഇപ്പോൾ ഏതില്ല, നമ്മളെ നാട്ടിലെ ഭക്ഷണം കിട്ടണില്ല. ഉണ്ടോ? ഹോട്ടലിൻ്റെ അടുത്ത് ഇങ്ങനെ ബോർഡ് ഇങ്ങനെ എഴുതിച്ചിങ്ങനെ ഫസ്റ്റ് തന്നെ കാണുന്നത് എന്താ? കാന്താരി ചിക്കൻ. പടച്ച തമ്പുരാൻ, എന്ത് കട്ടക്കാല വരാൻ പോകണമെന്ന് അറിയില്ല. അങ്ങനെയാണ് പോകാണ്. ഇതൊക്കെ എല്ലാം ചിക്കൻ കിട്ടാത്ത ഒരു സ്ഥലമല്ല, എല്ലാ സ്ഥലത്തും. എന്നാൽ അങ്ങനെയൊക്കെ അറുത്ത് ഉപയോഗിച്ചിട്ടും കോഴിന്റെ വർഗത്തിന് നാശമുണ്ടോ? ഇല്ല, വളർന്നു. എന്തുകൊണ്ട്? സുബഹിക്ക് എഴുന്നേൽക്കുന്ന ജീവിയാണ്, തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് അള്ളാന്റെ റഹ്മത്തിന്റെ വസന്തം സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടാൽ അതിങ്ങനെ ആസ്വദിക്കും. അതാണ് കോഴി. അതേ സമയത്ത് നായനെ ഇവിടെ ആരെങ്കിലും അറക്കണുണ്ടോ? ഇല്ല. പക്ഷെ അതിന്റെ വർഗത്തിന് വളർച്ചല്ല. എന്താ കാരണം? നായി മഗ്‌രിബിന്റെ വാങ്ക് കൊടുത്ത് അങ്ങനെയാണ് പുറപ്പെട്ട് ഫസ്റ്റ് ഷോ കണ്ട്, സെക്കൻഡ് ഷോ കണ്ട്, അവിടെ മുട്ടി, ഇവിടെ തട്ടി, അവിടെ മുട്ടി, അങ്ങനെ ആ തഹജ്ജുദിന്റെ ആ റഹ്മത്തിന്റെ കാറ്റ് വരുന്ന നേരാകുമ്പോൾ മൂപ്പര് വന്നിട്ട് ചുരുണ്ടി ഓട്ടോറിക്ഷന്റെ ടയർ വെച്ചമാതിരി അവിടെ കിടക്കണ്ടാവും. അതാ സുബഹിന്റെ റഹ്മത്ത് കിട്ടാത്ത ജീവിയാണ് ആര്? നായ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമ്മളോട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഇന്ന് സുബഹിക്ക് ഞാൻ നായയാവണോ കോഴിയാവണോ എന്ന് ആലോചിച്ച് ഉറങ്ങിയാൽ മതി. അള്ളാഹു നമുക്കൊക്കെ റഹ്മത്ത് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു ആ സുബഹിന്റെ വല്ലാത്ത, അപ്പൊ അതിന്റെ ആ ഒരു റഹ്മത്തിന്റെ വഖത്തിന് വലിയ പ്രാധാന്യമാണ്. യമനിലെ ഹളറമൗത്ത് തെരീം വല്ലാത്ത സ്ഥലമാണ്. സാദാത്യങ്ങളുടെ അവിടെ സമ്പൽ എന്ന് പറഞ്ഞിട്ടൊരു മക്കാമുണ്ട്. സമ്പൽ എന്ന് പറഞ്ഞിട്ട് മക്ബറ. 1000 ഔലിയാക്കളും കുത്തുബീങ്ങളും താമസിക്കുന്നുണ്ട് അവിടെ. ഹദ്ദാദ് കുടുംബത്തിൽ നമ്മൾ പറയാറുള്ള വലിയ മഹാന്മാരെല്ലാം അവിടെയാണ് വിശ്രമിക്കുന്നത്. മുഖദ്ദമു സ്വാലിഹീൻ അവിടെയാണ് വിശ്രമിക്കുന്നത്. അവരെല്ലാം ആ യമനിലെ തെരീമിൽ നിന്ന് വന്ന ആളാണ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ തങ്ങൾ. അതാണ് തെരീമിലെ വീട്, അതാണ് തറമ്മൽ വീട് എന്നായത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ബഹുമാനപ്പെട്ട തങ്ങളവർകൾ മമ്പറത്ത് വന്ന് താമസമാക്കിയപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ കൂടെ ആളുകൾ ഇങ്ങനെ 1 ആള് 2 ആള് 4 ആള് 10 ആള് അങ്ങനെ വർദ്ധിച്ചു വന്നു. യാ റബ്ബ്. അങ്ങനെ ബഹുമാനപ്പെട്ട മമ്പറത്തൊപ്പാപ്പാന്റെ കൂടെ ആരായി? ഒരു 10-300 ഖാദിമീങ്ങളായി. അത് എവിടെ നിന്നെല്ലാമാണ്? അത് ബഹുമാനപ്പെട്ട മമ്പറത്തൊപ്പാപ്പ താമസിക്കുന്നതിന് തൊട്ടപ്പുറത്ത് തിരൂരങ്ങാടി, അപ്പുറത്ത് ചമ്മാട്, അപ്പുറത്ത് കളിയാട്ടമുക്ക്, അപ്പുറത്ത് കൊണ്ടൂര്, അപ്പുറത്ത് കൊടിഞ്ഞി, അപ്പുറത്ത് ചെറുമുക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ഏരിയ എല്ലാം ഇന്ന് കാണുന്ന ഒരു 2 പഞ്ചായത്തിന്റെ ആ പരിധിയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ എല്ലാം ബഹുമാനപ്പെട്ട തങ്ങളവர்களுടെ ഖാദിമീങ്ങൾ ഇങ്ങനെ കൂടി വന്നു. തങ്ങളുപ്പാപ്പ ഒരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെ ഒരു 10-400 ഖാദിമീങ്ങൾ. യാ റബ്ബ്. അവർക്കൊക്കെ ഒരു പതിവുണ്ട്. എന്താ പതിവ്? യാ റബ്ബ്. കിതാബുകൾ കാണാം, ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ കൂടെ താമസിച്ചിരുന്ന ആളുകളെല്ലാം അന്ന് തിരൂരങ്ങാടി ചെമ്മാടക്കള ഒരു ഊടുവഴിയിൽ ആളുകൾ താമസിക്കുന്നതിന് ബിൽഡിങ്ങുകൾക്കിടയിലുള്ള ഊടുവഴിയുണ്ടല്ലോ, ആ ഊടുവഴികളിലൂടെ നമ്മൾ രാത്രി ഒരു 2 മണി കഴിഞ്ഞിട്ട് മമ്പറം തിരൂരങ്ങാടി ഭാഗത്ത് കൂടെ അങ്ങനെ രാത്രി സഞ്ചരിച്ചാൽ, രാത്രി ഇങ്ങനെ വീടുകൾക്കിടയിൽ നടന്നാൽ ഓരോ വീട്ടിൽ നിന്നും
ഓരോ വീട്ടിൽ നിന്നും ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കേൾക്കാമായിരുന്നു. എല്ലാ വീടുകളിൽ നിന്നും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്താ കാരണം? മമ്പുറത്തെ ഉപ്പാപ്പ പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചു, എന്നിട്ട് സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് കരഞ്ഞു. ആ സ്വലാത്തും കരച്ചിലും മമ്പുറത്തെ ജനങ്ങൾ പകർത്തി. അത് അടുത്ത തലമുറക്ക് മമ്പുറത്തെ ഉപ്പാപ്പ മമ്പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന സ്വലാത്ത് ഒരു ദിവസം മുടങ്ങാതെ ആ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ച രാവിനും നടങ്ങുന്നില്ലേ? അടിയന്തരാവസ്ഥ മുതൽക്ക് എന്തെല്ലാം അവസ്ഥ വന്നു നമ്മുടെ നാട്ടില്. ഒരു ദിവസം സ്വലാത്ത് മുടങ്ങിക്കണോ? അതാണ് റോൾ മോഡൽ. അള്ളാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചു കാണിച്ചു കൊടുത്തു. ആ ജീവിച്ചു കാണിച്ചു കൊടുത്ത പ്രാക്ടിക്കൽ ഇസ്ലാമിനെ അടുത്ത തലമുറ അവര് പകർത്തി അത് തലമുറയിലേക്ക് കൈമാറി. ആ കൈമാറിയത് രണ്ട് വിധത്തിലാണ്, രണ്ട് റൂട്ടിലാണ്. ഒന്ന് ആലിമീങ്ങളുടെ റൂട്ട്, റസൂലുള്ളാഹിന്റെ അനന്തരാവകാശികൾ. മറ്റൊന്ന് സാദാത്യങ്ങളുടെ റൂട്ട്, മുത്തുനബിയുടെ രക്തത്തിൽ പിറന്ന അനന്തരാവകാശികൾ. രണ്ട് റൂട്ടാണ് ഇവിടെ ഉള്ളത്. അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ് മുഹമ്മദ് മുസ്തഫ. എന്റെ കുടുംബ പരമ്പര, എന്റെ അഹ്ലു ബൈത്ത്, അത് ആരാണ്? അത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലിന് സമാനമാണ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? എന്റെ അഹ്ലു ബൈത്ത് കപ്പലിന് സമാനമാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരാവകാശികൾ ഇൽമ് അനന്തരമെടുത്തിരിക്കുന്ന ലം യുവരിസു ദീനാറും വലാ ദിർഹം. അമ്പിയാക്കളെ അനന്തരാവകാശം എന്നത് ദീനാറും ദിർഹമും അല്ല. പിന്നെയോ അമ്പിയാക്കളെ അനന്തരാവകാശം അതേതാണ്? അത് ഇൽമാണ്. അപ്പൊ ഇൽമിന്റെ താവഴിയിൽ അടുത്ത പരമ്പര. അതിങ്ങനെ നോക്കിയാൽ ഇപ്പോ ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട സഹോദരന്മാര്, ഞാനും ഈ ഇരിക്കുന്ന തങ്ങളവറുകളും ഞങ്ങളൊക്കെ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, അവരുടെ ദർജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെ അടുത്ത് നന്ദി ദാറുസലാമിൽ പഠിച്ച ആളുകളാണ് നമ്മളൊക്കെ. നിങ്ങൾക്ക് ഈ പരിസരത്ത് ഒട്ടേറെ മഹാന്മാര് വിശ്രമിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ളവർ. അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ പരമ്പരയെ നമ്മളിങ്ങനെ നോക്കിയാൽ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, അതൊരു ഒരു പരമ്പര അങ്ങോട്ട് എണ്ണിയാൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, അടുത്ത ഉസ്താദ്, അതങ്ങനെ എണ്ണിപ്പോയാൽ സുബ്ഹാന ജല്ല ജലാലു 36, 35, 36 സുബ്ഹാനല്ലാഹ് അത് സ്വഹാബാക്കളിലേക്ക് മുട്ടും. 40 എത്തുമ്പോഴേക്ക് അത് പൂർത്തിയാകും. ഒരു 40 ഉസ്താദുമാരിലേക്ക് നമുക്ക് മുട്ടിക്കാൻ കഴിയും. അത് ഖിറാഅത്തിന്റെ ഉസ്താദുമാരെ നോക്കിയാൽ, നമ്മൾ തജ്വീദ് ഖിറാഅത്ത് ആ ഉസ്താദുമാരെ നോക്കിയാൽ, അതേപോലെ തന്നെ ഹദീസിന്റെ പരമ്പര നോക്കിയാൽ അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ ഉസ്താദ്, OK ഉസ്താദ്, അവിടുത്തെ ഉസ്താദ്, അങ്ങനെ അങ്ങോട്ട് എണ്ണിപ്പോയാൽ 33ാമത്തെ ഉസ്താദ്. ഖിറാഅത്ത് പരമ്പരയിൽ നോക്കുമ്പോൾ 33ാമത്തെ ഉസ്താദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ഉസ്താദ് അഹ്ലു ബൈത്തിന്റെ പരമ്പര നമ്മൾക്ക് നോക്കിയാൽ മുത്തുനബിയുടെ കുടുംബ പരമ്പര, 70ഓളം കുടുംബ പരമ്പര ലോകത്ത് മുഴുവനുമായി മുത്തുനബിയുടെ കുടുംബങ്ങളുണ്ട്. 70 കബീലകളുണ്ട് ലോകത്ത് മുഴുവനുമായി. ഓരോ കബീല എന്ന് പറയുന്നത് ഓരോ പ്രത്യേക പേരിൽ അറിയപ്പെടുന്നതാണ്. ചിലപ്പോൾ അവര് വന്ന നാട് കൊണ്ട് അറിയപ്പെടും. ബുഖാറയിൽ നിന്ന് വന്ന സാദാത്യങ്ങളെ ബുഖാരി സാദാത്യങ്ങൾ എന്ന് അറിയപ്പെടും, അല്ലേ? മാഫക്കി സാദാത്യങ്ങൾ എന്നറിയപ്പെടും, അഹ്ദലി സാദാത്യങ്ങൾ എന്നറിയപ്പെടും. അത് ചിലപ്പോൾ ഒരു വല്ലിപ്പയിലേക്ക് ചേർത്തിട്ട് അങ്ങനെ വരുന്നതുണ്ട്, ഒരു നാട്ടിലേക്ക് ചേർത്തിട്ട് അങ്ങനെ വരുന്നു. ചുരുക്കത്തിൽ 70ഓളം കബീലകൾ ലോകത്ത് മുഴുവനുമായി മുത്തുനബിയുടെ കുടുംബ പരമ്പര ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അതിൽ ഒരു 20ലധികം പരമ്പര വ്യക്തമായ രേഖ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ സാദാത്യങ്ങളുണ്ട്. ഷിഹാബുദ്ദീൻ സാദാത്യങ്ങൾ, ജമലുല്ലൈലി സാദാത്യങ്ങൾ, ബാഫക്കി സാദാത്യങ്ങൾ, ബുഖാരി സാദാത്യങ്ങൾ, അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഈ സാദാത്യങ്ങളൊക്കെ നിൽക്കുന്നത് അഹ്ദലി സാദാത്യങ്ങൾ, താഹിറുൽ അഹ്ദൽ തങ്ങൾ, അവരുടെ അനുജന്മാര്, മക്കൾ, ഇവരൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയാൽ ബുഖാരി സാദാത്യങ്ങളുണ്ട്, അല്ലേ? അൽഹംദുലില്ലാ. ഇവിടെ കൊന്നാര് അടുത്തല്ലേ ഇവിടെ ഉള്ളത്? അല്ലാഹു റബ്ബി. കൊന്നാര് സ്ഥലത്ത് പോയാൽ വേറൊരു പ്രത്യേകത ഉണ്ട്. വേറെ പല നാട്ടിലും പോയാൽ, വേറെ സ്ഥലത്തൊക്കെ പോയി നോക്കി അങ്ങനെ ഉണ്ടാകുക, 1-2 വീട് തങ്ങന്മാരുത്, ബാക്കിയൊക്കെ മലബാരി നാട്ടുകാരുത്.
കൊന്നാര് പോയി നോക്കുമ്പോൾ എന്താ നിങ്ങൾ ഒന്നോ രണ്ടോ വീട് മലബാരികളത്, ബാക്കിയൊക്കെ തങ്ങന്മാരുത്. അൽഹംദുലില്ലാ, നിങ്ങൾ ഈ പരിസരം വലിയ അനുഗ്രഹീത പ്രദേശമാണ്. അല്ലാഹു തആല അഹ്ലു ബൈത്തിനെ കൊണ്ട് നമ്മളെ ഈമാനിനെ ശക്തിപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ അവിടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം ശരീരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗം അവരാണ് അഹ്ലു ബൈത്ത്. ആ അഹ്ലു ബൈത്ത് പരമ്പരയിലൂടെയും അതേപോലെ തന്നെ ആലിമീങ്ങളെ പരമ്പരയിലൂടെയും അമ്പിയാക്കൾ പ്രചരിപ്പിച്ചിരിക്കുന്ന ദീനിന്റെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഇങ്ങനെ വന്നു, ജീവിതത്തിൽ വന്നു. അതാണ് കണ്ടുപഠിക്കാന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളെ പറഞ്ഞതാണ്. മമ്പുറത്തെ തങ്ങൾ പാപ്പ അവിടെ വന്ന് താമസിച്ചപ്പോൾ പാതിരാവിന് എഴുന്നേറ്റുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കും. അപ്പൊ ഖാദിമീങ്ങളൊക്കെ എഴുന്നേറ്റ് പോലും നിസ്കരിക്കും. തങ്ങൾ പാപ്പ എഴുന്നേറ്റ് സ്വലാത്തിയലും അപ്പോലും ഒക്കെ സ്വലാത്തിയലും തങ്ങൾ പാപ്പ എഴുന്നേറ്റ് അള്ളാഹുവിനോട് ഏങ്ങി ഏങ്ങി കൊച്ചു കുട്ടിയെ പോലെ കരയും. അപ്പൊ അവരും ഒക്കെ കരയും. അത് അതേപോലെ പകർന്നു. ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് പറഞ്ഞു പഠിപ്പിക്കലും എഴുതി പഠിപ്പിക്കലും വിശദീകരണമാണ്. ആധികാരികമായി പഠിപ്പിക്കുന്നത് എന്താ? ചെയ്ത് കാണിച്ച് പഠിപ്പിക്കലാണ്. ആ ചെയ്ത് കാണിച്ച് പഠിപ്പിക്കാൻ, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ അള്ളാഹു തആല നിശ്ചയിച്ചു അമ്പിയാക്കളിൽ നിന്ന് അത് ഏറ്റുവാങ്ങി അത് അടുത്ത തലമുറയിലേക്ക് പകർത്തി. യാ റബ്ബ്, അങ്ങനെയാണ് ലോകത്തെ മുഴുവനും ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത്. ആ പ്രചരിപ്പിച്ചിരിക്കുന്ന മഹാന്മാരുടെ അടയാളങ്ങൾ നമുക്ക് ലോകത്തെ മുഴുവനും കാണാം. നിങ്ങൾ ലോകത്തെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ യാത്ര ചെയ്തു നോക്കൂ. മുസ്ലിം രാജ്യങ്ങളിൽ യാത്ര ചെയ്തൊക്കെ പഴയകാല ഇസ്ലാമിക രാജ്യം ബഹുമാനപ്പെട്ട ഇറാഖിൽ പോയിട്ട് നമ്മൾ യാത്ര ചെയ്താൽ യാ റബ്ബ്, ഇറാഖിന്റെ തലസ്ഥാന നഗരിയായ ബഗ്ദാദ് മുതൽ ഇറാഖിൽ മൊത്തം ഇങ്ങനെ യാത്ര ചെയ്ത് നോക്കിയാൽ എത്രയാണ് മക്ബറകൾ, മഖാമുകളും മക്ബറകളും നിറഞ്ഞു നിൽക്കുകയാണ്. ബഗ്ദാദിൽ പോയിട്ട് ബസറയിൽ നമ്മൾ എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയാൽ അവിടെ മുതൽക്ക് തുടങ്ങും മഹാന്മാരുടെ മഖാമ്. അതങ്ങനെ നിറഞ്ഞ് ബഹുമാനപ്പെട്ട ഇമാം ഖതീബ് തിബ്രിസി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖ് ബഗ്ദാദ് 40 വാള്യമാണ്. ബഗ്ദാദിൽ മാത്രം ഉള്ള മഹാന്മാരുടെ ചരിത്രമാണ് താരീഖ് ബഗ്ദാദിൽ രേഖപ്പെടുത്തിയത്. എന്നിട്ട് 40 വാള്യം എഴുതിയിട്ടും ബഗ്ദാദിൽ മാത്രമുള്ള മഹാന്മാരുടെ ചരിത്രം മുഴുവനും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രയധികം മഹാന്മാർ ജീവിച്ച രാജ്യമാണ് ബഗ്ദാദ്. ആ ബഗ്ദാദിൽ നമ്മൾ പോയി നോക്കൂ, ആരെല്ലാമാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ മക്കാമിൽ രാപ്പകലില്ലാതെ ആളുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, രാപ്പകലില്ലാതെ. അവിടെ നിന്ന് ഇപ്പോ ഇറാഖിൽ ആ യുദ്ധവും കോലാഹലമൊക്കെ ഉണ്ടായ ശേഷം എന്ത് ചെയ്തു? പാലം തകർന്നു, റോഡ് തകർന്നു. അതുകൊണ്ട് ഇപ്പൊ ഒരു 10 മണിക്കൂറെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യണം മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളിൽ നിന്ന് റിഫായി ഷെയ്ഖ് തങ്ങളിൽ എത്താൻ. അവിടെ ചെന്ന് നോക്കിയാൽ റിഫായി ഷെയ്ഖ് തങ്ങളെ മക്കാം എത്രമാത്രം വിശാലമായ മക്കാമാണ്, എത്ര വലിയ മക്കാമാണ്. യാ റബ്ബ് യാ റബ്ബ്. അവിടേക്കാണ് ചെല്ലുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് തന്നെ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രങ്ങൾ എത്രയാണ്, ആസാറുകൾ എത്രയാണ്. അങ്ങനെ നിരവധി മക്കാബുകളെ കൊണ്ട്, മഹാന്മാരുടെ മക്ബറകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് ബഗ്ദാദ് നിറയെ, ഇറാഖ് മുഴുവൻ. അതെന്താണ്? അവരിലൂടെയാണ് ആ നാട് ഇസ്ലാമിലേക്ക് വന്നത്. ഇസ്ലാം അടുത്ത തലമുറ. ഇറാഖിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കടന്നു. ഇറാഖിൽ നിന്ന് അങ്ങോട്ട് നമ്മളെ പഴയ സിൽക്ക് റോഡിൽ 800 കിലോമീറ്റർ യാത്ര ചെയ്താൽ അടുത്ത രാഷ്ട്രത്തിലേക്ക് കടക്കാം. അതേതാണ്? ജോർഡാനാണ്. ജോർഡാനിൽ ഇന്നും ഭരണം നടത്തുന്നത് അഹ്ലു ബൈത്ത് കുടുംബത്തിൽപ്പെട്ട മഹാനാണ്. അഹ്ലു ബൈത്ത് കുടുംബത്തിൽപ്പെട്ട ആളാണ് അവിടുത്തെ രാജാവ്. അപ്പോ ആ ബഗ്ദാദിലേക്ക് അങ്ങോട്ടല്ല, ജോർഡാനിലേക്ക് അങ്ങോട്ട് കടന്നാൽ യാ റബ്ബ്, മക്കാമുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. മൂത്തത്തെ രണാങ്കണത്തിൽ ഷഹീദായ മഹാന്മാരുടെ ചരിത്രങ്ങളും അതിന്റെ അപ്പൊ ഇരിക്കട്ടെ. ബഗ്ദാദിലേക്ക് അങ്ങോട്ട് കടന്നാൽ അൽഹംദുലില്ലാഹ്, മൂപ്പർക്കൊരു കമ്പം, നിങ്ങളൊന്നും കൊണ്ടുവന്ന പൈസ തിരിച്ചു കൊണ്ടുപോണ്ട, ആരും വാങ്ങാഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മൾ കൊടുക്കാന്നുള്ള നിലക്ക്. അപ്പൊ അതുകൊണ്ട് മൂപ്പർ നിങ്ങളെ സമീപിക്കുമ്പോൾ എന്താ, ഒരു മുഴുവൻ മനുഷ്യനാ വരുന്നത്. സാധാരണ ചെറിയ കുട്ടികളൊക്കെയാണ് ഇതിന് പോകല്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് കൊടുക്കുക. 50 ഇല്ലാത്തൊരു 100 കൊടുത്താലും മതി. അങ്ങനെ ഉണ്ടല്ലോ, അള്ളാഹു തആല ഖൈറ് തരട്ടെ. അങ്ങനെ ഉണ്ടല്ലോ, 50 കൊടുക്കാന്നാണ് കേസി കഴിച്ചിട്ട് നോക്കുമ്പോൾ 100 നോട്ടാ കിട്ടിയെന്ന് വെച്ചാൽ കൊടുക്കാതെക്കലല്ല, അതാണ് കൊടുക്കുക വേണ്ടത്. അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടെ ജോർദാനിലേക്ക് അങ്ങോട്ട് കടന്നാൽ സുബ്ഹാനല്ലാഹ്, ജോർദാൻ പട്ടണത്തിൽ നിന്ന് അല്പം അകലെ അങ്ങോട്ട് ചെന്നാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അൽ കഹ്ഫിലെ മഹാന്മാർ,
അൽ കഹ്ഫിലെ മഹാന്മാർ അവർ വിശ്രമിക്കുന്ന സ്ഥലമാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ഗാംഭീര്യത്തോടു കൂടിയാണ് അവരുടെ മക്ബറ അവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ആര് അടക്കം? അസ്ഹാബുൽ കഹ്ഫിലെ നായ അടക്കം. അസ്ഹാബുൽ കഹ്ഫിന്റെ അവരെ കാവൽ നിന്ന് നാവുണ്ടല്ലോ, സാമിനുഹും കൽബുഹും എന്ന് പറഞ്ഞ നായ, അതടക്കം അവിടെ എന്താണ് അതിന്റെ ഒരു ഉള്ളത്? അവിടെ വേറെ ഒന്നുണ്ട്. എല്ലാ മതക്കാരും, ജൂതന്മാരും അവിടെ വരും, ക്രിസ്ത്യാനികളും അവിടെ വരും, മുസ്ലിമീങ്ങളും അവിടെ വരും. എത്ര ആളാണ്! വെള്ളിയാഴ്ച ഞാൻ അവിടെ സിയാറത്തിന് എന്നപ്പോൾ വെള്ളിയാഴ്ച ഒരുപാട് മുഅ്മിനീങ്ങൾ അവിടെ നിന്നിട്ടാണ് അൽ കഹ്ഫ് ഓതുന്നത്. ജോർഡാനികളായ പല ആളുകളും അവിടുന്ന് അൽ കഹ്ഫ് ഓതിയിട്ടാണ് എവിടേക്ക് പോണത്? ജുമാക്ക് പോണത്. ഞാനിതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് രാജ്യത്തൊന്ന് യാത്ര ചെയ്ത് നോക്കണം. വഹാബികൾ പോയ മാതിരിയായിട്ട് കാര്യമല്ല കേട്ടോ. ഓരതിലൊക്കെ പോയി, ഒരുപാട് രാജ്യങ്ങളിൽ കൂടെ പോയി. ഒരാകെ കണ്ടത് ഫറോവന്റെ ജഡം മാത്രമാണ്. ഇത് കണ്ടില്ല, ഒരു പോയി വന്നിട്ട് ഇറക്കിയ ഇതുണ്ടല്ലോ, ഓരോ ഡോക്യുമെന്ററി ഉണ്ട്. ആ ഡോക്യുമെന്ററിയിൽ ആരില്ല? ഇത്തരം അമ്പിയാക്കൾ ഔലിയാക്കൾ അതൊന്നുമില്ല. ആകെ ഉള്ളത് ആരത് മാത്രമാണ്? ഫിറഔന്റെ മാത്രമാണ് അല്ലേ? അവലാത്തക്കും കദുബാബിൻ ബിൽ ജുറൂഹി വഖ ദൂന സുഹാഹി മിനൽ അഅദാഇ മുസ്തലിമാൻ. റസാനത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഈച്ച പടങ്ങാനും പാറി നടക്കണമെങ്കിൽ ശരീരത്തിലെ നല്ല സ്ഥലത്തൊന്നും ഈച്ച ഇരിക്കൂല. ഈച്ച നമ്മളെ ചെരുപ്പിട്ടിട്ട് അവിടെ ചെറിയൊരു തൂവലിറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അവിടെ ഈച്ച വന്നിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. അവിടുന്ന് മെല്ലെ എന്തെങ്കിലും കിട്ടിയാൽ അതെടുത്തിട്ട് കാലിയാറെ കവളത്ത് വെക്കുക, മറ്റോലെ മൂക്കത്ത് വെക്കുക. ഇതാണ് ഈച്ചന്റെ ഏർപ്പാട് അല്ലേ? അങ്ങനത്തെ കൂട്ടിനെ പറ്റിയിട്ട് നമ്മൾ വെറുതെ നല്ല സമയത്ത് അതൊന്നും പറഞ്ഞ് നേരം കളയണ്ട. അല്ലാഹു തആല അവരെ ശർറിന്ന് മുഅ്മിനീങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമുക്ക് അവിടെ നിന്നാണ് ജോർദാനിൽ കടന്നാൽ അൽ കഹ്ഫ് അടക്കം മൂത്തത്തിരണാങ്കണത്തിൽ നടന്ന സുബ്ഹാനല്ലാഹ്, അങ്ങനെ അങ്ങോട്ട് അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരുടെ മക്ബറകൾ ജോർദാനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അവിടെ നിന്നാണ് കടന്ന 3 അതിർത്തിയാണ്. ഇപ്പുറത്ത് സൗദി അതിർത്തി, അപ്പുറത്ത് ഫലസ്തീന്റെ അതിർത്തി, അപ്പുറത്ത് പിന്നെ ഇസ്രായേലിന്റെ അതിർത്തി. ആ ചെക്ക് പോസ്റ്റിൽ നല്ലപോലെ പരിശ്രമിച്ചിട്ടാണ് കടക്കാൻ പറ്റുള്ളൂ. അതാണ് കടന്നിട്ടാണ് കടക്കുന്നതൂടെ ഫലസ്തീൻ മണ്ണിലേക്കാണ് കടന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്പിയാക്കളെ മക്കാമുകൾ നിറഞ്ഞ് 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 നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം സുബ്ഹാന ജല്ല ജലാലു അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എത്ര മഹാന്മാരുടെ മക്ബറയാണ് നിറഞ്ഞു കിടക്കുന്നത്. ബൈത്തുൽ മുഖദ്ദസിന്റെ ആ പരിസരങ്ങളെല്ലാം മഖാമുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അവിടേക്കാണ് കടക്കുമ്പോൾ അതിർത്തിന്ന് നമുക്കൊരു പേപ്പർ അവിടെ സിയാറത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾ. ആ സിയാറത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾ കണ്ടതിൽ ആദ്യത്തെ പേര് തന്നെ ആരുതാന്നോ? റാബിഅത്തുൽ അദ്വി റളിയല്ലാഹു അൻഹയാണ്. ആദ്യത്തെ പേര് തന്നെ ആയിരുന്ന റാബിഅത്തുൽ അദ്വി റളിയല്ലാഹു അൻഹ. ബൈത്തുൽ മുഖദ്ദസ് അങ്ങോട്ട് ഇപ്പൊ ആ തെങ്ങൊക്കെ നിൽക്കണം, അങ്ങോട്ട് കയറിയിട്ടാണ് ബൈത്തുൽ മുഖദ്ദസ് നിൽക്കണമെങ്കിൽ ഈ റോഡ് കഴിഞ്ഞ് കുറച്ചപ്പുറത്ത് ഈ പാടം ഈ വയലുണ്ടല്ലോ അവിടെയാണ് ആര്? ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദ്വി റളിയല്ലാഹു അൻഹ. എന്തൊരു ഐശ്വര്യമാണ് റാബിഅത്തുൽ അദ്വി റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്ന കാലത്ത് ബഹുമാനപ്പെട്ട മഹദി എന്ത് ചെയ്യും? ഒറ്റ രാത്രി ഉറക്കല്ലല്ലോ. എല്ലാവരും എൻ്റെ ഉമ്മമാരെ മഹാന്മാര് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു. അതാണ് ഇസ്ലാം പകർത്തിയെടുത്തത്. കണ്ടു പഠിക്കാൻ സാധിക്കണം. ഇന്നത്തെ മുസ്ലിമീങ്ങളിൽ നിന്ന് ദീന് കണ്ടു പഠിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനം. ഹിജാബ് മുസ്ലിമീങ്ങൾക്ക് അത്ര നിർബന്ധമുള്ള കാര്യമല്ല എന്ന് കോടതി പറഞ്ഞു. എന്തുകൊണ്ട്? ഹിജാബ് ധരിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളെ കാണണ്ടേ? അത് അപൂർവേ കാണുന്നുള്ളൂ. അവിടെയാണ് നമ്മളെ വ്യത്യാസം വരുന്നത്. അതേ സമയത്ത് റാബിഅത്തുൽ അദ്വി റളിയല്ലാഹു അൻഹു രാത്രിയായാൽ ബഹുമാനപ്പെട്ട മഹദി അള്ളാഹുവിന് മുമ്പിൽ എഴുന്നേറ്റ് നിസ്കരിച്ചു. പാതിരാവിന്റെ കൂരിരുട്ടിൽ റാബിഅത്ത് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നു, അല്ലാഹുവേ രാജാക്കന്മാരെ വാതിലടച്ചു, കച്ചവടക്കാരുടെ വാതിലടച്ചു, സാധാരണക്കാരന്റെ വാതിലടച്ചു, എല്ലാവരുടെ വാതിലും അടഞ്ഞു കിടക്കുകയാണ്. ഈ നാട്ടിൽ ആരുടെ വാതിലും ഈ പാതിരാക്ക് തുറന്നു കിടക്കുന്നില്ല. റഹ്മാനും റഹീമുമായ അല്ലാഹ്, നിന്റെ റഹ്മത്തിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ, നിന്റെ മഗ്ഫിറത്തിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ, നിന്റെ തൗബയുടെ വാതിൽ അടഞ്ഞിട്ടില്ലല്ലോ. പാപിയായ ഒരു പെണ്ണ് ഈ പാതിരാ സമയത്ത് ഇതാ നിന്റെ തൗബയുടെ വാതിൽക്കൽ നിൽക്കുന്നു അല്ലാഹ്. പാപിയായ ഈ റാബിഅ നിന്റെ റഹ്മത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നു അല്ലാഹ്. പാപിയായ ഈ റാബിഅ നിന്റെ മഗ്ഫിറത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നു അല്ലാഹ്. എല്ലാവരുടെ വാതിലും അടഞ്ഞു കിടക്കുമ്പോൾ രാജാതിരാജനായ റബ്ബേ നിന്റെ വാതിൽ അടക്കപ്പെട്ടിട്ടില്ലല്ലോ. അത് പറഞ്ഞുകൊണ്ട് കരഞ്ഞു നിൽക്കുകയാണ് ആര്? റാബിഅത്തുൽ അദ്വി റളിയല്ലാഹു അൻഹു. അവരെ കണ്ട് പഠിച്ച ആളുകൾ അവരൊക്കെ തഹജ്ജുദിന് എഴുന്നേൽക്കും,
അവരും പടച്ചവനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കും. അപ്പൊ മക്കൾക്ക് കാണാം, മക്കൾക്ക് കാണാം, ശിഷ്യന്മാർക്ക് കാണാം, അടുത്ത ശിഷ്യന്മാർക്ക് കാണാം, മുരീദുമാർക്ക് കാണാം, അടുത്ത മുരീദുമാർക്ക് കാണാം. അതിനാണ് അള്ളാഹു തആല അമ്പിയാക്കളെ നിശ്ചയിച്ചയച്ചത്. തിയറി പറയൽ മാത്രമല്ല, അതിന്റെ പ്രാക്ടിക്കൽ. അത് നമ്മുടെ നാട്ടിൽ അഹ്ലു ബൈത്തിലൂടെ നമുക്കത് ലഭിച്ചു. ആ അഹ്ലു ബൈത്ത് പരമ്പര ലോകത്ത് വികസിച്ച് ധാരാളം. എന്താണ് അഹ്ലു ബൈത്ത് അത്രയധികം വികസിച്ചത്? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ വേദനിപ്പിച്ചു. അടിച്ച് വേദനിപ്പിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ മാറും അല്ലേ? അടി കിട്ടിയാൽ കുറച്ച് കഴിഞ്ഞാൽ മാറൂലേ? അത് നമ്മൾ മറക്കൂലേ? അത് മറക്കും. ഒരു ഏറ് കിട്ടി, കാലിനൊരു ഏറ് കിട്ടിയത് ചോര വന്നു, അത് കുറച്ച് കഴിഞ്ഞാൽ മറക്കൂലേ? ഒരു പല്ല് പോയി, അത് കുറച്ച് കഴിഞ്ഞാൽ മറക്കൂലേ? അതൊക്കെ മറക്കും. മനസ്സിനെ വേദനിപ്പിച്ചാൽ അതെത്ര വേഗം മറക്കും? അതാണ് നമ്മൾ ചെറുപ്പത്തിൽ പണ്ട് അഖലാക്ക് പഠിച്ച കാലത്ത് അതിലുണ്ട് അല്ലേ? നാവ് കൊണ്ട് വേദനിപ്പിച്ച അന്ന് ആ പറഞ്ഞ ആ കുത്തുവാക്കുണ്ടല്ലോ, അതിന്റെ കൽബിന്ന് ഇപ്പോഴും പോയിട്ടില്ല അറിയാം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മോന് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഒരു വാപ്പാക്ക് തന്റെ അരുമ സന്താനത്തിന്റെ വേർപാട് എത്ര മനോവേദന ഉണ്ടാകും, എത്ര പ്രയാസം ഉണ്ടാക്കും അല്ലേ? നമുക്ക് ജനിച്ചിരിക്കുന്ന ഒരു കുട്ടി നമ്മുടെ കയ്യിൽ ഇങ്ങനെ മോണ കാട്ടി ചിരിച്ച് കളിച്ച് സന്തോഷിച്ചു. നമ്മൾ അത്ര സന്തോഷത്തിൽ കുട്ടിയെ ഇങ്ങനെ വളർത്തി. ആ കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് മരിച്ചു പിരിയുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദന എഴുതി കാണിക്കാൻ പറ്റുമോ? അത് പറഞ്ഞു കാണിക്കാൻ പറ്റുമോ? ഇല്ല. അത് അളന്ന് കാണിക്കാൻ തിട്ടപ്പെടുത്താൻ അത്ര വേദന. ആ വേദനപ്പെട്ട് നിൽക്കുന്ന സമയത്ത് വേദനപ്പെട്ട് നിൽക്കുന്ന റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ കുത്തി വേദനിപ്പിച്ചതാണ് മക്കയിലെ ശത്രുക്കളിൽ പ്രമുഖനായ അബൂലഹബ് പറഞ്ഞു, മുഹമ്മദ് കുടുംബമില്ലാത്തവനാണ്, മുഹമ്മദ് വാലറ്റുപോയ ആളാണ്, സന്താനങ്ങളൊക്കെ വഫാത്തായി പിരിഞ്ഞപ്പോൾ ഇബ്രാഹിം എന്ന കുട്ടി പോയി. അങ്ങനെ കുട്ടികളൊക്കെ മരണപ്പെട്ടപ്പോൾ യാ റബ്ബ്, ആ മരണപ്പെട്ട വേദനിക്കുന്ന സമയത്ത് ആശ്വസിപ്പിക്കേണ്ട സ്ഥാനത്ത് ആശ്വാസവാക്ക് പറയണ്ട, പക്ഷെ കുത്തുവാക്ക് പറയാതിരുന്നൂടെ? അതാണ് നബി തങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു രംഗമാണ്. ഇബ്തിലാഉൽ ആബാ ബിമൗത്തിൽ അബ്നാ എന്ന് പറഞ്ഞൊരു കിതാബ് തന്നെ ഉണ്ട്. ഇബ്തിലാഉൽ ആബാ, വാപ്പാമാരെ അല്ലാഹു തആല പരീക്ഷിച്ചത് ബിമൗത്തിൽ അബ്നാ, മക്കളെ മരണം കൊണ്ട്. ഒരു കിതാബ് തന്നെ അത് എഴുതണമെങ്കിൽ എന്തുമാത്രമായിരിക്കണം എന്റെ വിഷയം. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ വഫാത്തായപ്പോ ആ വേദനയിൽ നിൽക്കുന്ന സമയത്ത് നബി തങ്ങളെ അങ്ങേയറ്റം കുത്തി നോവിച്ചു. അങ്ങനെ അവർ പറഞ്ഞു, മുഹമ്മദ് വാലറ്റ് പോയ ആളാണ്, കുടുംബമില്ലാത്ത ആളാണ്, അഡ്രസ് ഇല്ലാത്ത ആളാണ്, പിൻതലമുറയിൽ ഓർമ്മിക്കാൻ ഒരാളും ഇല്ലാത്ത ആളാണ് എന്ന അർത്ഥത്തിൽ ആക്ഷേപം പറഞ്ഞു. അതങ്ങ് പരന്നു മക്കത്തൊക്കെ. അത് നബി തങ്ങൾക്ക് സഹിക്കാനായില്ല, വല്ലാതെ വേദനിപ്പിച്ചു അത് റസൂലുള്ളാഹി. ആ സമയത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല സമാധാനിപ്പിച്ചു. നബി തങ്ങൾക്ക് താങ്ങാനാവാത്തതിന്റെ അപ്പുറം ഒരു മനോവ്യത വന്നാൽ, ഒരു വിഷമം വന്നാൽ അപ്പൊ അല്ലാഹു തആല നബി തങ്ങളെ ആശ്വസിപ്പിക്കും. അതാണല്ലോ ഏറ്റവും വേദനപ്പെട്ട സമയത്ത് മിഅ്റാജ് യാത്ര അല്ലേ? ഇസ്രാ മിഅ്റാജ് യാത്ര എന്താ? 13ഓളം വർഷക്കാലത്തെ മക്കയിലെ ജീവിതത്തിലെ ആക്ഷേപങ്ങളും കോലാഹലങ്ങളും അതൊക്കെ അങ്ങനെ നടക്കുക. വളരെ പ്രതീക്ഷയിൽ നബി തങ്ങൾ ത്വായിഫിൽ പോയി അല്ലേ? ത്വായിഫിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത എതിര് അവിടെ വന്നു. ആ ഇടക്ക് അടുത്തടുത്ത ദിവസങ്ങളിലായി അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു, അബൂ താലിബും മരണപ്പെട്ടു, ഖദീജ ബീബിയും മരണപ്പെട്ടു. പുറത്തെ തണലും പോയി, അകത്തെ തണലും പോയി. നബി തങ്ങൾ മനസ്സുകൊണ്ട് പൂർണ്ണമായും ഒരു ഒറ്റപ്പെട്ട പോലെയായി. നബി തങ്ങൾ പൂർണ്ണമായും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലായി. ആ സമയത്ത് നബി തങ്ങളെ മനോവ്യത അതിങ്ങനെ മനസ്സിലാക്കിയിട്ട് അല്ലാഹു തആല വിളിച്ചു, ഓ നബിയേ, ഭൂമി നിങ്ങളെ കൈയൊഴിഞ്ഞോ, ഭൂമിയിലെ ജനങ്ങൾ നിങ്ങളെ കൈയൊഴിഞ്ഞോ, വിഷമിക്കണ്ട നബിയേ, നിങ്ങൾ ഇങ്ങോട്ട് പോരൂ. അള്ളാഹുവിന്റെ റസൂലിനെ അല്ലാഹു തആല വിളിച്ചു.
അതല്ലേ? അത് എങ്ങനെ വിളിച്ചത്? ഒരു പ്രത്യേക വാഹനം, ബുറാഖ് എന്ന പ്രത്യേക വാഹനം. ആ വാഹനം കൊണ്ടുവന്നിട്ട് മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് അവിടെ നിർത്തി. ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിനെ കൊണ്ടുവന്നു. അത് ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല, അല്ലേ? അല്ലാഹ് സംസമിൽ വെച്ചുകൊണ്ട് പ്രത്യേകം ഒന്ന് തയ്യാറാക്കിയ റസൂലുള്ളാഹിനെ, അല്ലേ? നിസ്കരിക്കാൻ വേണ്ടിട്ട് ഒതു കൊടുക്കണല്ലോ നമ്മള്. അങ്ങനെ നമ്മൾ ഒന്ന് ശുദ്ധി വരുത്താൻ എന്ന മാതിരി റസൂലുള്ളാഹിനെ ഒന്നുകൂടി ഒന്ന് തയ്യാറാക്കി. എന്നിട്ട് ബുറാഖ് എന്ന വാഹനത്തിലാണ് കയറ്റിട്ട് യാത്ര തുടർന്നപ്പോൾ സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി മൗലായ. ജവാബ് ചെല്ലല് കുറയാൻ പാടില്ല. നമ്മളെ മൗലിദുകൾക്കൊക്കെ എന്ത് ചെയ്യണം? ഓരോ വരിക്കും ജവാബ് ചെല്ലണം.